കായംകുളം നിയോജക മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി എം ലിജു. ജനപ്രതിനിധികളെയും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ഉള്ളവരെയും പങ്കെടുപ്പിച്ച് നഗരസഭയിലും പഞ്ചായത്ത് തലത്തിലും വികസന സെമിനാറുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കായംകുളം മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി എം ലിജു പറഞ്ഞു. ജനപ്രതിനിധികളെയും സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നഗരസഭയിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലും വികസന സെമിനാറുകൾ സംഘടിപ്പിച്ച് കായംകുളത്തിന്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന വികസന കർമ്മപരിപാടികൾ തയ്യാറാക്കുമെന്നും സമയബന്ധിതമായി അവ നടപ്പാക്കുവാൻ മുൻകൈയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. UDF നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ പഞ്ചായത്തിന്റെയും വികസന ആവശ്യങ്ങൾ നമുക്ക് ക്രോഡീകരിക്കണം. ഓരോ പഞ്ചായത്തിന്റെയും നഗരസഭയുടെയും ഇനിയും അവശേഷിക്കുന്ന വികസന ആവശ്യങ്ങൾ ക്രോഡീകരിച്ച് നമ്മുടെ താലൂക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ സമയബന്ധിതമായ പ്രവർത്തനം നമ്മുടെ എല്ലാം ഭാഗത്തുണ്ടാവും. അത് നിങ്ങളുടെ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം നമുക്കൊരു സമഗ്രമായ ഒരു പ്ലാനാണ് നമുക്ക് വേണ്ടത്. കായംകുളത്തിന് വേണ്ട മുൻഗണനാ പ്ലാനുകൾ ഓരോ പഞ്ചായത്തിലും നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഒറ്റയടിക്കെല്ലാം നേടിയെടുക്കാൻ പറ്റണമെന്നില്ല. ഈ ബഡ്ജറ്റിൽ നമ്മുടെ കുറെ കാര്യങ്ങൾ നേടിയെടുത്തു. അപ്പോൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ തുടങ്ങി കൊണ്ടുവരണം. MLA ഫണ്ടിൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആസ്തി വികസന ഫണ്ടിൽ നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാം. മന്ത്രി എന്നിലുള്ള ഇടപെടൽ കൊണ്ട് വിവിധ വകുപ്പുകളിൽ നിന്നും നമുക്ക് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാം. അടുത്ത ബജറ്റ് എത്തുമ്പോൾ നമുക്ക് ഇതിൽ വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അടുത്ത ബജറ്റിൽ നമുക്ക് നേടിയെടുക്കാൻ ശ്രമിക്കാം. നമ്മുടെ മുമ്പിലുള്ള 5 വർഷക്കാലം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ 2031 വരെയുള്ള സമയം കൊണ്ട് കായംകുളത്ത് നേടിയെടുക്കാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കൂട്ടായ ശ്രമം നമുക്ക് എല്ലാവരും ചേർന്ന് നടത്താം എന്ന് ഞാൻ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്ക് ഉറപ്പ് നൽകിയാണ്. അതോടൊപ്പം നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട നിങ്ങളുടെ എല്ലാവരുടെയും നിരവധി വർഷക്കാലം നമ്മൾ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടു. ഇവിടെ ഉള്ള ഒരു പാർട്ടി പ്രവർത്തകനും ഒരു കായംകുളത്തെ ഒരു ജനാധിപത്യ വിശ്വാസിക്കും അധികാരത്തിന്റെ മറ്റു തലങ്ങളിലേക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന പരിമിതി എനിക്കറിയാം. ഇതെല്ലാം തന്നെ കായംകുളത്ത് നിന്നും ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുത്ത് വിട്ട കായംകുളത്തെ സാധാരണ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തീർച്ചയായിട്ടും എന്റെ മനസ്സിലുണ്ട് എന്ന വിവരം തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ മറന്നുപോയെന്നോ അതല്ല, അല്ലെങ്കിൽ ഞാൻ വിസ്മരിക്കുകയാണോ എന്നോ അല്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇടയിൽ ഒരു 24 മണിക്കൂർ ചെയ്യാൻ കഴിയാത്ത ഒരു ഷെഡ്യൂളിനിടയിൽ ചെയർമാൻ സമീർ അധ്യക്ഷനായി. അതുപോലെ തന്നെ കായംകുളത്തെ പൊതുസമൂഹത്തിന് വേണ്ടി ഒരു അഭ്യർത്ഥന വെക്കുകയാണ്. ഇവിടെ ഈ യോഗം ഒരു പ്രമേയം പാസാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അത് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. കായംകുളത്തെ സ്പിന്നിംഗ് മില്ലിന് ശ്രീ തച്ചൽ പ്രഭാകരൻ പേര് നൽകി പുനർനാമകരണം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുക. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അനിശ്ചിതമായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹത് വ്യക്തിത്വമാണ് തച്ചൽ പ്രഭാകരൻ. UDF നേതാക്കളായ ജോൺസൺ അബ്രഹാം, കറ്റാനം ഷാജി, സൈമൺ അലക്സ്, N രവി, A ത്രിവിക്രമൻ തമ്പി, വേലഞ്ചിറ സുകുമാരൻ, U മുഹമ്മദ്, A ഇർഷാദ്, AM കബീർ, A നിസാർ, T സൈൻലാബ്ദീൻ, ചിറപ്പുറത്ത് മുരളി, സാജു കുന്നത്ത്, കല്ലറക്കൽ ഷാജി, ജേക്കബ് തരകൻ, വിശ്വരൂപൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ് കായംകുളം.